ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കുറച്ച് ദിവസമായിട്ട് എല്ലാവരെയും കണ്ടിട്ട് നല്ല പനിയല്ലായിരുന്നു. പനി കഴിഞ്ഞപ്പോൾ തൊണ്ട അടച്ചിട്ട് ഇതുവരെ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല. സൗണ്ടൊന്ന് ക്ലിയർ ആയിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇതുവരെ അത് ശരിയാവുന്നില്ല. പിന്നെ എങ്കിലും കുറച്ച് സൗണ്ട് വന്നിട്ടുണ്ട്. പഴയ എൻ്റെ ആ സൗണ്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ പനി വന്നവർക്കെല്ലാം ഉണ്ട് കേട്ടോ ഇങ്ങനെ സൗണ്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് 1 മാസം 2 മാസമൊക്കെ ചുമച്ച് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് സൗണ്ട് വരുന്നതെന്നാണ് പറയുന്നത്. എനിക്കും കുറച്ച് ദിവസം കൊണ്ട് ചുമയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചുമയൊന്നുമില്ല. പക്ഷേ സൗണ്ട് എന്താണെന്ന് അറിയത്തില്ല. ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് എന്താ സൗണ്ട് ഇതുവരെ ശരിയായില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, സൗണ്ട് ശരിയാവുന്നില്ല. ഇപ്പം പിന്നെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ശരിയായിരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ. അങ്ങനെ അവിടെ പോയിട്ട് അന്നദാനം കഴിച്ചിട്ട് വന്ന വഴിയാണ് കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. അവിടം വരെ പോയി കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ കുടയൊക്കെ നമ്മുടെ ഉരുവി പോകുന്ന കണക്കുള്ള ചൂടാണ്. കുറച്ച് സ്ഥലത്തൊക്കെ മഴ പെയ്തു എന്ന് പറയുന്നു. തിരുവനന്തപുരത്തൊക്കെ മഴ പെയ്തു. പക്ഷേ നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ ഇതുവരെ അധികം മഴ പെയ്തിട്ടില്ല. എങ്കിലും 1-2 സ്ഥലത്ത് ഇന്നലെ പുനലൂരൊക്കെ മഴ പെയ്തെന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ എന്തായാലും മഴ പെയ്തിട്ടില്ല. ഇനി നാളെയാണ് ഉത്സവം. നാളെ മീനത്തിലെ ഉത്രമാണ് ഇവിടുത്തെ ഉത്സവം. അയ്യപ്പൻ്റെ അമ്പലമാണ്. ശബരിമലയിലെ ഉത്സവത്തിൻ്റെ അന്നാണ് ഇവിടെ ഉത്സവം. അപ്പോൾ ഇനി നാളെ മഴ പെയ്യാനായിട്ട് ഇരിക്കുകയെന്നൊന്നും അറിയത്തില്ല. എന്തോ ആയി തീരുമോ എന്തോ. ആൾക്കാരൊക്കെ സെറ്റും മുണ്ടും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് കുടയൊക്കെ പിടിച്ച് പോകാനായിട്ട് ഒരുപാട് ആൾക്കാർ റെഡി ആയിട്ടുണ്ട്. മഴ പെയ്യാതിരുന്നാൽ നല്ലതായിരുന്നു. മഴ പെയ്താൽ പിന്നെ ഉത്സവം മൊത്തത്തിലങ്ങ് അലങ്കോലമാവും. അതാണ് ഒരു പ്രശ്നം. പിന്നെ ആനയ്ക്ക് നല്ലതാണ് മഴ പെയ്യുന്നത്. ആനയ്ക്ക് സന്തോഷമായിരിക്കും. ഈ ചൂടത്ത് എങ്ങനെ ആനയെ കൊണ്ട് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അയ്യോ, 5:45 6 മണിയാവണം ഒന്ന് ചൂട് മാറണം. എല്ലാ സ്ഥലത്തും പൊതുവേ ചൂടാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നല്ല ചൂടാണ് എല്ലായിടത്തും. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചൂട് കൂടുകയാണ് ചെയ്യുന്നത്, കുറയുമല്ലല്ലോ. പിന്നെ അങ്ങ് ഒരുമാതിരി അങ്ങ് ചൂട് ഹ്യൂമിഡിറ്റി കൂടുകയല്ലേ ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു മഴ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ആശ്വാസമാവുമെന്ന് തോന്നുന്നു. എന്തായാലും ഫാനൊന്നും ആർക്കും അണയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ എ സിയൊക്കെ നല്ല കറണ്ട് ചാർജ് ഇപ്പം വരും. എല്ലാ മുറിയിലും ആൾക്കാർ എ സിയൊക്കെ ഇട്ടിരിക്കുന്നവരുണ്ട്. നല്ല കറണ്ട് ചാർജ് ആയിരിക്കും. പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഈ ചൂടിൽ ഫാനും എ സി ഒന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം ജൂൺ ജൂലൈയിൽ ഇതിൻ്റെ എല്ലാം മഴ കാണും. അപ്പോൾ കൊള്ളിയാനും ഇടി മഴയായിട്ടങ്ങ് വരും. ഒന്നും കറണ്ടും കാണത്തില്ല, ആകെ പ്രശ്നമായിരിക്കും. പിന്നെ ഇപ്രാവശ്യം അങ്ങനെ ആർക്കും വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇപ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിയോ അല്ലെങ്കിൽ മറ്റേ ജലജീവൻ്റെ കുടിവെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ പഞ്ചായത്തിലൊന്നും വെള്ളം കൊണ്ടുവരുന്നതൊന്നും കാണുന്നില്ല. അതുപോലെ ആർക്കും കുടിവെള്ളത്തിനും വലിയ ക്ഷാമമൊന്നുമില്ലെന്ന് തോന്നുന്നു. എല്ലാവരും വെള്ളമൊക്കെ കൊണ്ടുപോകും. എല്ലാ വീട്ടുകളിലും വെള്ളമൊക്കെ ഉണ്ട്. ഇതുവരെ ആരും അങ്ങനെ വെള്ളം എടുക്കാൻ വരുന്നതൊന്നും കാണുന്നില്ല. മറ്റേത് നമുക്ക് ചൂടായി കഴിഞ്ഞാൽ ആൾക്കാർ വേറെ വെള്ളമില്ലാത്ത വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. എല്ലാവരുടെ വീട്ടിലും ഈ കുടിവെള്ളം വന്നതിന് ശേഷം വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. എല്ലാ വർഷത്തേക്കാളും ചൂടാണെന്ന് മാത്രം അറിയാം. അതിൻ്റെ കൂടെ എല്ലാവർക്കും ഈ കാലാവസ്ഥയുടെ ഉണ്ട്, പനിയും ചുമയും ജലദോഷവും എല്ലാം ഉണ്ട്. ഏറ്റവും ബുദ്ധിമുട്ട് ഈ ചുമ വന്നു കഴിഞ്ഞാൽ മാറുന്നേ ഇല്ല. പിന്നെ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചാൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു. ഞാൻ എന്തായാലും ആൻറ്റിബയോട്ടിക്കൊന്നും കഴിച്ചില്ല. പനി വന്നപ്പോൾ 1-2 ഡോള കഴിച്ചതേ ഉള്ളൂ. പിന്നെ ഇതുപോലെ തൊണ്ടയിലിങ്ങനെ തൊണ്ട അടപ്പ് പോലെ വന്നിരുന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സൗണ്ട് ഇല്ലാതായി. പക്ഷേ ഇപ്പം സൗണ്ടായി. പക്ഷേ ഞങ്ങളുടെ 1 മാസത്തിൽ കൂടുതലായി. പളനി പോയിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയത്. പിന്നെ തിരുപ്പതി പോയി 2-3 യാത്രകളൊക്കെ കൂടെ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് നല്ല കാര്യമായിട്ട് ബാധിച്ചു. പിന്നെ നമ്മൾ അടങ്ങിയിരിക്കുന്നില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓരോരോ പരിപാടികളാണ്. അതുകൊണ്ട് അടങ്ങിയിരിക്കാത്തതിൻ്റെയും കൂടെ ഉണ്ട്. റെസ്റ്റ് എടുക്കുന്നില്ല. എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ വീട്ടിൽ ജോലി കാണും, എല്ലാം ചെയ്യുന്നതല്ല. അങ്ങനെ റെസ്റ്റും കൂടി ഇല്ലാത്തത് കൊണ്ട് നന്നായിട്ട്. പിന്നെ ഇപ്പം ഈ ചൂടിനെ അതിജീവിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക.
പിന്നെ ഈ മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ചൂട് വളരെ മോശമാണ്. എപ്പോഴും ഇങ്ങനെ വേർത്ത് പോകുന്നത് കൊണ്ട് അവർക്ക് അതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ നന്നായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ നല്ല ചൂട് സമയത്ത് നമ്മൾ ഇറങ്ങാതിരിക്കുക. രാവിലെ ഒരു 11 മണി മുതൽ ഒരു ഉച്ചയ്ക്ക് 3, 3:30, 4 മണി വരെയുള്ള വെയിലൊന്നും ഏൽക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴത്തെ ചൂട് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചൂടങ്ങ് കൊണ്ടിട്ട് നമ്മുടെ പിറവങ്ങ് നീറുക, ഒരു സൈസ് നീറ്റൽ വരുന്നുണ്ട്. അത് ഈ ചൂടിൻ്റെ ആ താപശക്തിയുടെ കൂടുതൽ കൊണ്ടാണെന്നാണ് പറയുന്നത്. അത് ചൂടും അനുഭവപ്പെടുന്നുണ്ട്, പിന്നെ നമുക്ക് ശരീരത്തിൽ നീറ്റലും അനുഭവപ്പെടുന്നുണ്ട്. ഉച്ചയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് കഴിവതും ഉച്ച സമയത്തുള്ള വെയിലൊന്നും കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ വെളിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ മിക്കവാറും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ ഇറങ്ങി നിൽക്കുന്നില്ല. ഉച്ച കഴിഞ്ഞിട്ടൊരു 3 മണിക്കൊക്കെ ശേഷം അവർ ബാക്കി പണികളൊക്കെ, ഈ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നിയമം ഉണ്ടെന്ന് തോന്നുന്നു, പെരുവെയിലത്ത് നിന്ന് പണിയിപ്പിക്കരുത്. അതൊക്കെ ഉണ്ട്. പിന്നെ അകത്തിരുന്ന് ജോലി ചെയ്യുന്ന ഓഫീസിനകത്തും പിന്നെയൊക്കെ സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ തുണിക്കടയോ അതൊക്കെ കുഴപ്പമില്ലല്ലോ. എല്ലാം AC-ക്കകത്ത് ഫാനൊക്കെ ഇട്ടാന്നല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ കുഴപ്പമില്ല. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോഴത്തേനും നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലത്. പിന്നെ മോരും വെള്ളം, കരിക്കിൻ വെള്ളം അതേപോലത്തെ കുടിക്കുക. പിന്നെ ഈ ജ്യൂസൊന്നും ഒരുപാട് കുടിക്കാത്തതാണ് നല്ലത്. ജ്യൂസിലൊക്കെ ആകുമ്പോൾ പിന്നെ പഞ്ചസാരയും കൂടിയിട്ട് അടിച്ച് കുടിക്കുമ്പോൾ അത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള വെള്ളം മോരും വെള്ളമോ കഞ്ഞിവെള്ളമോ അങ്ങനെയൊക്കെ കുടിക്കുന്നതാണ് നല്ലത്. നാരങ്ങ വെള്ളം ചെറുതായിട്ട് ഉപ്പിട്ടൊക്കെ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്തായാലും ഈ ചൂടത്തെ ഏറ്റവും പ്രതിരോധിക്കാൻ അതേ ഉള്ളൂ മാർഗ്ഗം. പിന്നെ ജനലും കതകൊക്കെ തുറന്നിടണം, നല്ല കാറ്റൊക്കെ പുറത്തുനിന്ന് വരാൻ വേണ്ടിയിട്ട്. ചിലരുണ്ട് വീടൊന്നും തുറക്കത്തില്ല, എല്ലാം അടച്ച് പൂട്ടിയങ്ങ് വെക്കും. അപ്പോഴത്തേന് ചൂട് അതിനകത്തിരിക്കുമ്പോൾ പുറകെ കൂടെ ചൂടാവും. അതുകൊണ്ട് ജനലും കതകൊക്കെ തുറന്നിടണമെന്നുള്ളതാണ് പറയുന്നത്. വായുസഞ്ചാരം വേണം, എങ്കിൽ നമുക്ക് ചൂട് കുറച്ച് തോന്നും. അതൊക്കെയാണ്. പിന്നെ ചൂടിനുള്ള വസ്ത്രങ്ങൾ, ഈ കോട്ടൺ അതേപോലത്തുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഒരുപാട് കസവും പിന്നെ ഒരുപാട് കട്ടിയുള്ള വസ്ത്രവും ഒരുപാട് തിളക്കവും ഈ സിൽക്ക് പോലുള്ള വസ്ത്രങ്ങളൊന്നും ഇടാതിരിക്കുക. നല്ല കോട്ടണിൻ്റെ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് അധികം ചൂട് അനുഭവപ്പെടത്തില്ല. അങ്ങനെയൊക്കെയാണ് ഈ ചൂടിനെ പ്രതിരോധിക്കേണ്ട മാർഗ്ഗങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് എല്ലാ കാലാവസ്ഥയും നമ്മൾ അതിജീവിച്ചല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ മഴ വരുമ്പം ഇതിൻ്റെക്കാളും വേറെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ എല്ലാ കാലാവസ്ഥയും നമ്മൾ എങ്ങനെയെങ്കിലും അതിജീവിച്ച് പോകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്രാവശ്യത്തെ ചൂട് അതിഭയങ്കരമായതുകൊണ്ടാണ്. പിന്നെ ഇപ്പം ഞാൻ ഈ അന്നദാനത്തിന് പോയിട്ട് വന്ന വഴിയാട്ടോ, ചൂടത്തുനിന്ന് ഞങ്ങളിവിടുന്ന് നടന്നങ്ങ് ചെന്നപ്പം തന്നെ നല്ല ചൂട്. പിന്നെ എങ്ങനെയൊക്കെയോ ചോറ് തിന്നു. പിന്നെ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് നടന്ന് ഇവിടെ വന്ന് കയറിയത് മാത്രം അറിയാം. കുടയൊക്കെ ഉണ്ടല്ലോ, കുട വരെ അങ്ങ് ചൂടായി. കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് പോയത്. അങ്ങ് ചെന്നപ്പോൾ തന്നെ കുടയൊക്കെ ചുട്ട് പഴുത്തു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ നാളെയാണ് ഉത്സവം, നാളെയാണ് പ്രധാനപ്പെട്ട ദിവസം. നാളെ ഉത്സവവും എഴുന്നള്ളത്തൊക്കെ നാളെയാണ്. ഇന്ന് അന്നദാനം, അമ്പലത്തിൽ വായനയുണ്ട്, പിന്നെ രാവിലെ ഗണപതി ഹോമം, പിന്നെ കളവെഴുത്തും പാട്ടും അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകിട്ട് ഇന്ന് തിരുവാതിരയുണ്ട് കേട്ടോ. തിരുവാതിര കൈകൊട്ടിക്കളി എന്നാണ് എഴുതിയേക്കുന്നത്. വൈകിട്ട് അത് കാണാൻ പോകണം. ഇവിടെ അടുത്ത് തന്നെ അമ്പലത്തിൽ നല്ല പരിപാടികളൊക്കെയാണ്. നാളെ ഇനി ഗാനമേളയൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. കുറച്ച് ദിവസമായി നിങ്ങളെയൊക്കെ കണ്ടിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് വന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലോ, അങ്ങനെ വന്നതാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. പിന്നെ കാലാവസ്ഥയെല്ലാം ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച്, പ്രായമായവരൊക്കെ അതിനനുസരിച്ചുള്ള, അതുപോലെ കുട്ടികളും ഒക്കെ അതിനനുസരിച്ചുള്ള ആഹാരങ്ങളും വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് എങ്ങനെയെങ്കിലും ഈ ചൂടിനെ പ്രതിരോധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ചെറുപ്പക്കാരൊക്കെ ഇതുപോലെ എപ്പോഴും വീടിന് പുറത്തിറങ്ങി നടക്കുന്ന ശീലം ഒഴിവാക്കി ഈ ചൂട് സമയത്ത് ചൂട് സമയം കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഇറങ്ങി നടക്കുക എന്നുള്ളതാണ്. അത്രയൊക്കെയുള്ളൂ പറയാൻ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയിക്കുക. എൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി തൊണ്ടയൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് ശരിയായിട്ട് വേണം എന്തെങ്കിലും ഒരു
കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ. ഇത് നമുക്ക് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ ഒരു സ്ട്രെയിൻ തോന്നുന്നുണ്ട് തൊണ്ടയ്ക്ക്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ മറ്റൊരു വിശേഷമായിട്ട് കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ.